ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ തന്നെ സുപരിചിതയായിട്ടുള്ള ഏവർക്കും പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയാണ് സീമാജി നായർ എന്ന് പറയുന്നത്. സീമാജി നായരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറെ ആരാധകരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവതുല്യമായ അത്രയധികം പുണ്യമുണ്ട് എന്ന് തന്നെയാണ് എല്ലാ പേരും ഒരേ സ്വരത്തിൽ പറയുന്നത്. നാടകരംഗത്ത് നിന്നുമാണ് സീമാജി നായർ എന്ന അഭിനേത്രി ഈ ഒരു അഭിനയ രംഗത്തേക്ക്, അതായത് സിനിമാ രംഗത്തേക്കും സീരിയൽ രംഗത്തേക്കും എത്തുന്നത്. ശരണ്യ എന്ന നായികയ്ക്ക് ക്യാൻസർ ബാധിതയായി പിന്നീട് ശരണ്യ മരണത്തിന് കീഴടങ്ങുന്നതുവരെ ഒരു അമ്മയെ പോലെ ശരണ്യയ്ക്ക് എന്നും ആശ്വാസമായി നിന്നിരുന്നത് സീമാജി നായർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സീമയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായിരുന്നു. എന്നാൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ പേർക്കുമൊപ്പം നിന്ന സീമയുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ സീമയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. ഇപ്പോൾ തൻ്റെ കുടുംബ ജീവിതത്തെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സീമാജി നായർ തന്നെ. കുടുംബജീവിതത്തിൽ പാളിച്ച വന്നത് എൻ്റെ ക്യാരക്ടറും പുള്ളിയുടെ ക്യാരക്ടറും തമ്മിൽ ഒത്തുപോവാത്തത് കൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേഖലയും എൻ്റെ മേഖലയും വേറെയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് മറ്റു പല തലത്തിലേക്കും പോകും. ഒരുപാട് വിവാദങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും രണ്ട് തലങ്ങളിലായിരുന്നു എന്നാണ് സീമാജി നായർ പറയുന്നത്. വിവാഹത്തിന് മുൻപ് അതിന് ഇറങ്ങി പുറപ്പെടേണ്ട എന്ന് ഒത്തിരി പേർ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും സീമ പറയുന്നു. പക്ഷെ അച്ഛൻ മരിച്ചിരുന്നു, അമ്മ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. എൻ്റെ ചേച്ചിയും അണ്ണനുമൊക്കെ കുടുംബമായി കഴിയുന്നു. അമ്മയും കൂടി നഷ്ടപ്പെട്ടാൽ എനിക്ക് ആരെ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അന്നേരം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങുകയും എനിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എനിക്ക് അറിയാമായിരുന്നു. സിനിമാക്കാരുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴതൊരു തുറന്നു പറച്ചിലാകും. അങ്ങനെ വന്ന ആലോചനയാണത്. പുള്ളിയുടെ രണ്ട് സുഹൃത്തുക്കളാണ് എന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതും. ഒരു പ്രണയ വിവാഹം ആയിരുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും ചെന്ന് എടുത്തു ചാടുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ എടുത്തുവെച്ച ഒരു സംഭവമാണിത്. 1994 കല്യാണം കഴിയുന്നത്. 2000 വരെ അവിടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായി. ഞാനുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. എൻ്റെ മോനുമായിട്ടൊന്നും വലിയ ബന്ധം ഇല്ലായിരുന്നു. അടുത്ത കാലത്തായിരുന്നു ചില കാര്യങ്ങൾ ഉണ്ടായത്. ഡിവോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അയാളുടെ ലൈഫിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ച് ഞാനും മകനും എവിടെയുണ്ടെന്നും ഒന്ന് കാണാൻ പറ്റുമോ എന്നും ചോദിച്ചു. ഞങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അന്ന് മകന് ചെറിയ പനിയും ഉണ്ടായിരുന്നു. കുട്ടി എന്നാണ് അയാളെ വിളിക്കാറുള്ളതെന്നും അങ്ങനെ അയാൾ വീട്ടിൽ വരികയും ഞാൻ ചായ കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു ഇന്നോവ കാറിലാണ് അയാൾ വീട്ടിൽ വന്നത്. ഞാൻ നോക്കുമ്പോൾ കാർ ഓഫ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ആരാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണെന്നായിരുന്നു കുട്ടിയുടെ മറുപടി. കയറി വരാൻ പറയാൻ പറഞ്ഞെങ്കിലും പരിചയമില്ലാത്ത ആളായതിനാൽ വരില്ലെന്നും കുട്ടി വ്യക്തമാക്കി. എന്നാൽ ഞാൻ അയാളെ വിളിക്കാൻ പോയി. ഡോറ് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മുൻ ഭർത്താവ്. ഒരു നിമിഷം ഞാൻ ഷോക്കായി പോയെങ്കിലും മര്യാദ എന്നോണം വീട്ടിലേക്ക് ക്ഷണിച്ചു. പുള്ളി വരികയും ചെയ്തു. ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിരുന്നു അന്ന് അയാൾ നാട്ടിലെത്തിയത്. പോകുമ്പോൾ കൊച്ചിനെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൂന് ഇഷ്ടമെങ്കിൽ പോകട്ടെ എന്നായിരുന്നു എൻ്റെ നിലപാട്. അവൻ ചെറുതാണ്. എന്നെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ പൊയ്ക്കോളാൻ ഞാനും പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന വിവരം മറ്റു ബന്ധുക്കളാരും അറിയരുതെന്നും പോകുമ്പോൾ അയാൾ പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയുമായുമൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊന്നും പറഞ്ഞിരുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി മണിക്കൂറുകൾ കഴിയുമ്പോൾ പുള്ളിയുടെ പെങ്ങൾ തന്നെ വിളിച്ചാണ് ആ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്. അതെന്ത് വിഷയമാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പെങ്ങളുടെ കോൾ വന്ന ഉടൻ തന്നെ ഞാൻ അയാളെ വിളിച്ച് കൊച്ചിനെ തിരികെ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരികെ വന്ന് കുട്ടിയെ തിരികെ തന്നു. അപ്പോഴാണ് നേരിടുന്ന പ്രശ്നത്തിൽ നിന്നും അയാളുടെ അപ്പോഴത്തെ ഭാര്യയെ രക്ഷിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് മറ്റൊരാളെ വിളിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിളിക്കാൻ തയ്യാറായി. സ്പീക്കറിലിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സീമ കാര്യം അറിഞ്ഞു എന്നാണ് അയാൾ ഇങ്ങോട്ട് ചോദിച്ചത്. ആ വിഷയത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാതു പൊട്ടുന്ന ചീത്തയാണ് അങ്ങേര് പറഞ്ഞത്. അതൊക്കെ അടുത്തിരിക്കുന്ന എൻ്റെ മുൻ ഭർത്താവും കേൾക്കുന്നുണ്ട്. ഇത്രയും അനുഭവിച്ചിട്ടും അവരെ രക്ഷപ്പെടുത്താൻ നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി പറഞ്ഞു. എന്നാൽ ഞാൻ അയാളോട് അവളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു.
ഒടുവിൽ അദ്ദേഹം അവരെ രക്ഷപ്പെടുത്തി. പിന്നീട് ദുബായിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഞാനാണ് എടുത്തു കൊടുത്തത്. ഇപ്പോൾ ഇത് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. അടുത്ത കാലത്തായി ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പരമാവധി ഞാൻ എന്നിട്ട് മനസ്സിന് സഹിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പേര് സഹിതം ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുമെന്നാണ് സീമ ജി നായർ പറയുന്നത്. അധികം താമസിക്കാതെ ഇതെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നും സീമ വ്യക്തമാക്കുന്നു. രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തോന്നിയില്ല എന്ന ചോദ്യത്തിനും ഇതേക്കുറിച്ച് പിന്നീട് പറയാമെന്നായിരുന്നു നടി മറുപടി പറഞ്ഞത്. അതേസമയം സീമയ്ക്ക് ആശംസകളും പിന്തുണകളും അറിയിച്ച് ആരാധകരും എത്തിയിരിക്കുകയാണ്. ഇത്രയും ഇരുത്തത്തോട് സംസാരിക്കുന്ന ഒരു സിനിമാ നടിയും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ആരാധകരുടെ അഭിപ്രായം. സീമ ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് കൂടി വരികയാണ്. നിങ്ങളോടുള്ള ആരാധനയും ഞങ്ങൾക്ക് കൂടുന്നു. നിങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയാണ് എന്നാണ് ആരാധകരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തിത്തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നും സീമയുടെ ആരാധകർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു.